വാരണാസി സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് പരിപാടിയിൽ വെച്ച് താൻ ഒരു ദൈവവിശ്വാസിയല്ലെന്ന് രാജമൗലി തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. താനൊരു ദൈവവിശ്വാസിയല്ലെന്ന് മാത്രമല്ല രാജമൗലി പറയുന്നത്, തന്റെ അച്ഛനും ഭാര്യയും ഹനുമാൻ സ്വാമിയുടെ വലിയ ഭക്തരാണെന്നും എല്ലാം ഭഗവാൻ ഹനുമാൻ നോക്കുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തനിക്ക് ദേഷ്യം വരാറുണ്ടെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. സിനിമയുടെ ഷൂട്ടിനിടെ പല ഫൂട്ടേജുകളും ലീക്കായതിനെ കുറിച്ചും ലോഞ്ച് പരിപാടിയിൽ നേരിട്ട സാങ്കേതിക തകരാറുകളെ കൂടി പരാമർശിച്ചാണ് രാജമൗലി ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ പരാമർശം ഇപ്പോൾ ചിലരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത രാജമൗലി RRR സിനിമയിൽ എന്തിന് ശ്രീരാമനെ പോലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചെന്നും പുതിയ സിനിമയ്ക്ക് എന്തിനാണ് വാരണാസി എന്ന് പേരിട്ടിരിക്കുന്നതെന്നുമാണ് ചിലരുടെ ചോദ്യങ്ങൾ. അവിശ്വാസിയായ രാജമൗലി ദൈവങ്ങളെ വിൽപ്പന ചരക്കാക്കുന്നുവെന്നാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ വിമർശനം. ഹനുമാൻ സ്വാമിയെ താഴ്ത്തിക്കെട്ടിയെന്ന് ആരോപിച്ച് രാജമൗലിക്കെതിരെ ഹിന്ദുത്വ സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ടെന്ന വാർത്തകൾ വരെ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ രാജമൗലിയുടെ ഒരു പഴയ ട്വീറ്റും വൈറലാകുകയാണ്. 2011 രാമനവമി ആശംസകൾ നേർന്ന ഒരു ആരാധകന് രാജമൗലി നൽകിയ മറുപടിയാണിത്. ഹൃദയം നിറഞ്ഞ ശ്രീരാമനവമി ആശംസകൾ. ശ്രീരാമന്റെ നാമം ജപിക്കുന്നതിലൂടെ നമ്മുടെ മുഖങ്ങൾ എപ്പോഴും പുഞ്ചിരിയാൽ പ്രകാശിക്കട്ടെ എന്നായിരുന്നു ആരാധകന്റെ ആശംസ. എന്നാൽ താൻ രാമനെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അവതാരങ്ങളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീകൃഷ്ണനാണെന്നുമായിരുന്നു രാജമൗലി ഈ ട്വീറ്റിന് മറുപടി നൽകിയത്. ഇതാണിപ്പോൾ ചില ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. രാജമൗലി വാരണാസി ടൈറ്റിൽ അനൗൺസ്മെന്റിൽ പറഞ്ഞതിന് മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ട്വീറ്റിനും മാപ്പ് പറയണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം രാജമൗലിയെ പിന്തുണച്ചും ചിലർ രംഗത്തെത്തുന്നുണ്ട്. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കണോ വേണ്ടോ എന്നത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണെന്നും ഇതിന്റെ പേരിൽ രാജമൗലിയെ ക്രൂശിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ഇവർ പറയുന്നത്. പുരാണങ്ങൾ സിനിമയ്ക്ക് പ്രചോദനമാകുന്നതിനെ കുറിച്ച് വാരണാസി ടൈറ്റിൽ ലോഞ്ചിലെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബാല്യകാലം മുതൽ തന്നെ രാമായണവും മഹാഭാരതവും തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്നും അവ സിനിമയാക്കുക എന്നത് തന്റെ സ്വപ്ന പദ്ധതിയായിരുന്നുവെന്നും രാജമൗലി പറഞ്ഞിരുന്നു. വാരണാസിക്കായി മഹേഷ് ബാബുവിനെ ശ്രീരാമന്റെ വേഷവിധാനങ്ങളിൽ കണ്ടപ്പോൾ കോരിത്തരിച്ചുപോയി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാജമൗലി കബളിപ്പിക്കുകയാണെന്നാണ് ചിലർ ഈ വാക്കുകളെ കുറിച്ച് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. വിശ്വാസത്തെയും പുരാണങ്ങളോടും ഇതിഹാസങ്ങളോടുമുള്ള ഇഷ്ടത്തെയും ഒന്നിച്ച് കാണേണ്ടതില്ല എന്നാണ് മറ്റ് ചിലരുടെ വാദം. രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ ഹിന്ദു പുരാണങ്ങളുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. അദ്ദേഹം നേരിട്ട് പുരാണ കഥകളെ പുനരാവിഷ്കരിക്കുന്നില്ലെങ്കിലും അവയിലെ കഥാപാത്ര രൂപകൽപ്പന, തീമുകൾ, വിഷ്വൽ സ്റ്റൈൽ എന്നിവയിൽ പുരാണങ്ങളുടെ സാന്നിധ്യം തെളിഞ്ഞു കാണാം. രാജമൗലിയുടെ തന്നെ മഗധീര, ബാഹുബലി, RRR, ഈഗ തുടങ്ങിയ സിനിമകളിൽ ഹിന്ദു പുരാണങ്ങളും ദൈവബിംബങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. RRR പോലുള്ള ചിത്രങ്ങളിൽ സംഘപരിവാർ നരേറ്റീവുകളുടെ സ്വാധീനമുണ്ടെന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജമൗലിയുടെ ദൈവവിശ്വാസമില്ലെന്ന വാക്കുകൾ കൂടുതൽ ചർച്ചയാകുന്നത്.